ഇത് മഞ്ഞളല്ല വൈദേഹി, ഏതോ കെമിക്കലാ. ഇത് മഞ്ഞളല്ല മാഡം, ഒരു കെമിക്കലാ. കെമിക്കലാണെന്നോ? അതെ, കെമിക്കലാച്ചാ. തീ അടുത്തു കൊണ്ടുവന്ന പോലും ആളിക്കത്തുന്ന ഈ കെമിക്കൽ ആരോ മനഃപൂർവ്വം അമ്മായിയുടെ സാരിയിലേക്ക് ഇട്ടതാ. അമ്പലത്തില് പൂജ നടക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ കൈ നമ്മുടെ ദേഹത്ത് മഞ്ഞൾ വീണിരുന്നു. അത് ശരിയാ, പക്ഷേ അവൾ ഏതോ ഒരു പെണ്ണല്ല, ആരോ മനഃപൂർവ്വം പറഞ്ഞയച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ശാന്തമ്മയുടെ സംശയം ശരിയാണ്. ചന്ദ്രിക ഇതുവരെ മരിച്ചിട്ടില്ല. മനഃപൂർവ്വം മഞ്ഞളെന്ന വ്യാജേനെ കെമിക്കൽ കൊണ്ടിട്ട് തീ കത്തിക്കാൻ ശ്രമിച്ചതാ. ചന്ദ്രിക അവിടെ നിൽക്കട്ടെ, ആ പെണ്ണിനെ പിടികൂടി ആരതൊക്കെ ചെയ്തെന്നറിയാൻ പറ്റും. ഇനി ആ പെണ്ണിന്റെ പുറകെ പോയിട്ട് വെറുതെ സമയം കളയണോ? ചന്ദ്രികയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായില്ലേ? ഒരുപക്ഷെ ചന്ദ്രിക ഇത് ചെയ്തെങ്കിലും ചന്ദ്രികയിലേക്ക് എത്തിച്ചേരാൻ ആ പെണ്ണ് നമ്മളെ സഹായിക്കും. അമ്മായി ധൈര്യമായിട്ടിരിക്കും. ആ പെണ്ണിനെ ആദ്യം കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ആ ചന്ദ്രിക ജീവനോടെ ഉണ്ടെങ്കിൽ അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ജെസ്സിയെ പിടികൂടിയ വരുണും ഞാനും പെടുവല്ലോ. എന്താ ചെയ്യാ ഈശ്വര? ചന്ദ്രിക, ചന്ദ്രിക വൈദേഹി, ചന്ദ്രിക. ഒരൊറ്റ സെക്കൻഡിൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടത്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നായിരുന്നു. വൈശാലി വൈദേഹിയുടെ സ്ഥാനത്ത് വൈദേഹിയുടെ അമ്മ ശാന്തിയുടെ അടുത്ത് എത്തിപ്പെട്ടതായിരുന്നു. കൃത്യം വൈദേഹിയെ പിടികൂടാൻ സമയത്ത് ആ ശാന്താദേവി എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അറിഞ്ഞോണ്ടാ ഞാൻ വരാതിരുന്നത്. അവരെങ്ങാനും എന്നെ കണ്ടിരുന്നെങ്കിൽ അതു മതി. പിന്നെ നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞല്ലേ, അനുസരിക്കാതെ പോയിട്ട് ഇപ്പൊ എന്തായി? 2 വട്ടം ഇവരെ പറഞ്ഞയച്ചിട്ട് വല്ലതും നടന്നായിരുന്നോ? അതുകൊണ്ടാ ഞാൻ തന്നെ പോയത്. ഒടുവിൽ ഇപ്പൊ ആന്റി എല്ലാവരും കണ്ടില്ലേ? പിന്നല്ലാതെ എന്താ, എന്നെ ഇവിടെ കൊണ്ടുചെന്നാക്കാൻ പോയിട്ട് ഇപ്പൊ അവർ ആന്റിയെ കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചാ പിടിക്കട്ടെ, ഇതിലും ഫുൾ പ്രൂഫ് പ്ലാൻ ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് നിന്നെയും വൈദേഹിയെ ഞാൻ മാറ്റും. ഞങ്ങളെ തമ്മിൽ മാറ്റുന്നത് അവിടെ നിക്കട്ടെ, ആദ്യം ആന്റി പിടിക്കപ്പെടാതെ നോക്ക്. പിടിക്കപ്പെട്ടാ തന്നെ ഇപ്പൊ എന്താ? 20 വർഷങ്ങളാണ് ശാന്താദേവിയെ ചങ്ങലക്കിട്ടുവെച്ച് നരകയാതന അനുഭവിപ്പിച്ചത്. അന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഇപ്പോഴെന്ത് ചെയ്യാനാ? അമ്പലത്തിൽ വെച്ച് മുട്ടുവിറച്ച പാർട്ടിയാ. ഇപ്പൊ കൂസലില്ലാതെ സംസാരിക്കുന്ന ഉഗ്രം പാർട്ടി തന്നെ. നിന്നെ പേടിപ്പിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രികയ്ക്ക് യാതൊരു പേടിയുമില്ലെന്നാണോ? നീ എന്താ അവളെ പേര് വിളിക്കുന്നേ? ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത് കല്യാണിയമ്മേ. എന്താടി ഇത്? കല്യാണി അമ്മേന്ന് എന്നെ പേര് വിളിക്കാനുള്ള ധൈര്യമോ? മിണ്ടി പോവരുതെന്നാ ഞാൻ പറഞ്ഞത്. എന്ത് മനസ്സിലാക്കിയിട്ടാ ഈ ചന്ദ്രികയെ കൊണ്ടുവന്ന് ഇവിടെ എഴുന്നള്ളിച്ചിരിക്കുന്നെ? എന്റെ അമ്മാവിന്റെ കൂടെ നിന്നിട്ട് ഒടുവിൽ അമ്മാവിന്റെ മുതുകത്ത് കുത്തിയ വഞ്ചിക്കാ ഇവര്. ഇപ്പൊ നിങ്ങളുടെ ചേരിയിൽ ചേർന്ന് നിങ്ങളെയും പുറകുന്ന് കുത്തില്ലെന്ന് ആരറിഞ്ഞു? എന്ത് വിശ്വാസത്തിലാ കൂടെ നിർത്തിയിരിക്കുന്നെ? ഇവരെ വിശ്വസിക്കാൻ നിന്നാ ഒരിക്കൽ എന്റെ അമ്മാവിനെ ചതിച്ചതുപോലെ ഇവര് നിങ്ങളെയും ചതിക്കും. എന്താ വൈശാലി ഈ പറയുന്നേ? ആരാണ് ഇവിടെ നിന്റെ അമ്മാവൻ? ഇനിയും എന്നെ കണ്ടിട്ട് തിരിച്ചറിയാനാവുന്നില്ലേ? എന്റെ അമ്മാവനാണ് ദശരഥ രാമവർമ്മ. ഞാൻ വൈദേഹിയാണ്. നീ എപ്പ തൊട്ടാ വൈദേഹിയായി മാറിയത്?
നീ എന്താടി അഭിനയിക്കാണോ? ഈ നമ്പരും നാടകവും അഭിനയമൊക്കെ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് കരുതിയോ? എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ മരുമകളെ അയച്ച് നിങ്ങളാണ് നാടകം കളിച്ചത്. അത് മനസ്സിലാക്കിയിട്ടേ തന്നെ ഞാനിങ്ങോട്ട് വന്നത്. നിന്റെ മരുമകളുടെ സ്ഥാനത്ത് ഇനി ഞാൻ ഇവിടെ ഉണ്ടാവും. മകളെ പറഞ്ഞയച്ചതിന്റെ പുറകെ നീ എവിടെ ചെന്നിട്ട് എന്ത് പറ്റി? ഒടുവില് തോറ്റു തുന്നം പാടി മരണത്തിന്റെ വക്കുവരെ എത്തി. പോട്ടെ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി അടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കുക. എന്റെ അമ്മാവിന്റെ കൈകൊണ്ട് മരിക്കാനാണോടെ നിന്റെ വിധി? പേടിച്ചു പോയോ ആന്റി? ഞാൻ വൈദേഹിയൊന്നുമല്ല, വൈശാലി തന്നെയാ. ഇന്നോ നാളെ വൈദേഹിയുടെ സ്ഥാനത്ത് അവിടെ ചെന്ന് കയറേണ്ടതല്ലേ? വൈദേഹിയായിട്ടുള്ള അഭിനയം എന്നെ കൊണ്ട് പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കിയതാ. വൈദേഹി പോലെ തന്നെ ഉണ്ടോ ആന്റി? അവരെ എന്നെ കണ്ടാ വിശ്വസിക്കുമല്ലോ അല്ലേ? അത് ശരി, ഇത് അഭിനയമായിരുന്നോ? അപ്പൊ ശരിക്കും നീ വൈദേഹി അല്ലല്ലോ? അയ്യോ അല്ല ആന്റി. ഏയ്, എന്ത് തോന്നിയാസ ഇതൊക്കെ? ഒരു നിമിഷം എന്റെ നെഞ്ചൊന്ന് കാളിപ്പോയി. പേടിപ്പിച്ചതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ വൈദേഹി അല്ലെന്ന് ആരെങ്കിലും പറയുമായിരുന്നോ? ഇപ്പോഴെനിക്ക് പൂർണ്ണ വിശ്വാസമായി. ഒരു നല്ല നാള് നോക്കി രണ്ടുപേരെയും തമ്മിൽ മാറ്റണം. പേടിയില്ലെന്ന് പറഞ്ഞിട്ട് വൈദേഹിയുടെ പേര് പറഞ്ഞതും ചെറുതായൊന്ന് പേടിച്ചല്ലോ. ആന്റിയെ കൊട്ടാരം വീട്ടിൽ എല്ലാവരും കണ്ട സ്ഥിതിക്ക് ഞങ്ങളെ തമ്മിൽ മാറ്റുന്നതൊരൽപ്പം നീക്കി വെച്ചിട്ട് ആദ്യം ആന്റി അവരെ പിടികൂടാതെ അതിനെന്തെങ്കിലും ചെയ്യുന്നതല്ലേ നല്ലത്? അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് ഞാനല്ല, അവരാണ്. ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയപ്പോ തൊട്ട് കൊട്ടാരം വീട്ടിൽ എല്ലാവരുടെയും മുട്ടുവിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ വിറയൽ നിൽക്കുന്നതിനു മുൻപ് നിന്നെ എനിക്ക് അവിടെ എത്തിക്കണം. വൈദേഹി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ കസ്റ്റഡി വെച്ച് പെടപ്പിക്കണം. ആന്റി വൈദേഹിയെ കൊല്ലാൻ പോവാണോ? അതെ, കൊല്ലണം. അവൾ എന്നെ മരണത്തിന്റെ വെളുമ്പ് വരെ എത്തിച്ചതാ. ഒറ്റയടിക്ക് കൊല്ലില്ല ഞാൻ. ഇഞ്ചിഞ്ചായി ചതഞ്ഞു ചതഞ്ഞു മരിക്കണം ആള്. ഇപ്രാവശ്യം എന്റെ പ്ലാൻ പിഴക്കില്ല. നീ തയ്യാറായിരുന്നോ? ഈ പേരും ഈ പെർഫോമൻസും ഇതുപോലെ കണ്ടിന്യൂ ചെയ്താ മതി. കല്യാണിയമ്മ എന്റെ കൂടെ വന്നേ. വൈദേഹിയെ കൊന്നു കളഞ്ഞിട്ട് എന്നെ ആ സ്ഥാനത്ത് നിർത്തി ആ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കല്യാണിയമ്മയും ചന്ദ്രികയും എങ്ങനെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കുക? ഇല്ല, വൈദേഹിയെ അപകടപ്പെടുത്താനോ ആ കുടുംബത്തെ നശിപ്പിക്കാനോ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. ഇനി എന്നെ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തിയാലും വൈദേഹി എങ്ങനെയെങ്കിലും ഇവരറിയിക്കണം, സൂക്ഷിക്കാൻ പറയണം. ഹലോ, അടിച്ച് പല്ല് കൊഴിക്കും ഞാൻ. ഇത് ഞാനാ ഊർമിള. ആരായാലും കൊള്ളാം, എന്റെ ശരീരത്ത് തൊടാൻ നോക്കിയാ പിന്നെ വായിൽ പല്ലുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയത് ഇന്നലെ കാണിച്ച തോന്നിവാസത്തിനാ. ഞാൻ എന്ത് ചെയ്തു? ശാന്താദേവിയെ കൊല്ലാൻ പോവാന്നൊക്കെ വലിയ വീരവാദം ഇറക്കിയിട്ട് ഒടുവിൽ ഒന്നിനും കൊള്ളാത്തൊരു പെണ്ണിനെ ഇറക്കിയിരിക്കുന്നു.
അവളാണെങ്കിൽ ശാന്താദേവിയെ നിർത്തി കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അവരുടെ സാരി തുമ്പ് കത്തിക്കാൻ പോലും അവളെ കൊണ്ട് പറ്റിയില്ല. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ മുത്തേ, സമയം എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. എന്തിനാണ് ഏത് നേരത്തെ എന്നെ ഇങ്ങനെ തല്ലുന്നത്? തല്ലുവല്ല കൊല്ലുവാ വേണ്ടത്. നിന്റെ ഈ കൊലപാതക ശ്രമമൊക്കെ മാറ്റിവെക്കാൻ തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ ശാന്താദേവിയെ കൊന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ വീട്ടിലേക്ക് കയറി വരിക? അതെന്താ നീ മനസ്സിലാക്കാത്തത്? വന്നില്ലെങ്കിൽ ഇപ്പോഴെന്താ, എവിടെങ്കിലും പോയി ഒളിച്ച് താമസിക്കാൻ നോക്ക്. ഇപ്പൊ നീ കാരണം എന്നെ അവര് പിടികൂടുന്ന അവസ്ഥയിലാ കാര്യങ്ങള്. ഷെടാ, ഇതിപ്പോ എന്തു പറ്റിയെന്നാ? ശാന്തി അമ്മായിയുടെ സാരി കത്തിച്ചതാരാന്ന് എൻക്വയറി തുടങ്ങിയിട്ടുണ്ട് ദേവൻ. ആ പെണ്ണെന്തോ ഒരു പൊടി അവരുടെ സാരിയെ കൊണ്ടിട്ടിട്ട് പോയതല്ലേ, ആ ജെസ്സി. അവളെ എന്തായാലും അവര് പിടികൂടും. ദേവനിപ്പോ അതിന്റെ പുറകെ തന്നെയാ, നീ നോക്കിക്കോ. ഒട്ടും വൈകാതെ നിന്നെയും പിടികൂടും, അവരെന്നെയും പിടികൂടും. അവളെ കിട്ടാൻ പോണില്ല. തലല്ലേ നിർത്ത്. ഞാൻ പറയുന്നൊന്നും വിശ്വസിക്ക്. അവളെ അവർക്ക് കിട്ടാൻ പോണില്ല. അവൾ ഇങ്ങനത്തെ പല പണികളും ഒപ്പിച്ചിട്ടുള്ളവളാ. എപ്പോ ഏത് ഗെറ്റപ്പിലാ വരികയെന്ന് ആർക്കും പറയാൻ പറ്റില്ല, തിരിച്ചറിയാനും പറ്റില്ല. ആ ജെസ്സിയുടെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. നമ്മുടെ കാര്യം ചിന്തിക്ക്. നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കാൻ? പോയി തൊലയടാ. എന്റെ ഭർത്താവ് ചക്രക്കസേരയെ കയറി ഇരിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നതാ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ വരുണേന്ന്. ദേ ചെയ്തു എന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. നിന്നെ വിശ്വസിച്ച മഹാറാണി ആവാൻ പറ്റില്ലെന്നതോ പോട്ടെ, പേരുവഴി ആധാരമാകാതിരുന്നാ മതി. ഇനി ഞാൻ ഇതിൽ ഇടപെടണമെങ്കിലേ ആ ശാന്താദേവി ഇല്ലാണ്ടാവണം. എത്ര നിസ്സാരമായിട്ട് ചെയ്യേണ്ട കാര്യം അത്. നീ അതാണോ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നത്? രാത്രി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമ്പോ അവരുടെ മുറി ചെന്നിട്ടേ ശ്വാസം വിടാൻ പറ്റാത്ത തരത്തിൽ മൂക്കുമായി ഒന്ന് പൊത്തിപ്പിടിച്ചാ മതി. ആളുടെ കഥ കഴിയില്ലേ? അതിനു മുമ്പ് നിന്നെ കഴുത്തഞ്ഞരിച്ചു കൊല്ലും. അങ്ങനെയുള്ള കാര്യമൊന്നും എന്റെ അടുത്ത് പറയണ്ട. ശാന്താദേവി വീട്ടിലുണ്ടാവരുത്, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങോട്ടാ പോക്ക്? പറഞ്ഞിട്ട് പോണോ? ചോദിച്ചില്ലെങ്കിൽ നീ എന്തായാലും പറയൂല. ചോദിച്ചാലെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? പറയാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാതെ തന്നെ പറയില്ലായിരുന്നു. അങ്ങനെ പറയുന്നില്ല എങ്കിൽ പറയേണ്ട കാര്യം ഇല്ലാന്ന് തോന്നിയത് കൊണ്ടാന്നറിയില്ലേ. അറിഞ്ഞോണ്ട് എന്തിനാ ഈ ചോദ്യം? ഇപ്പൊ എന്താ ചെയ്യാ? പറയണോ? പറഞ്ഞ എന്റെ ജീവൻ എന്തായാലും അപകടം ഉണ്ടാവും. പറയാതിരുന്ന വൈദേഹിയുടെ ജീവൻ അപകടത്തിലാവും. ജീവിതകാലം ആ പാപഭാരവും പേറി ജീവിക്കേണ്ടി വരും. അതെന്തായാലും വേണ്ട. മര്യാദക്കെല്ലാം പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാരെ തന്നെ ഇന്നത്തെ ഭാര്യമാര് മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ ഒന്നിനും കൊള്ളാത്ത നിങ്ങളെ ഞാനെങ്ങനെ മൈൻഡ് ആക്കാനാ? എന്താ ഇവിടെ വന്ന് നോക്കുന്ന? ഭർത്താവിനെ എങ്ങനെ നോക്കണോന്ന് ക്ലാസ് എടുക്കാൻ വന്നാണോ? അതെന്റെ ഇഷ്ടം. ഞാൻ ഇങ്ങനൊക്കെ തന്നെയാ. നിനക്കെന്താ അതിൽ പ്രശ്നം? ഇവരെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ അത് ശരി, ഞാൻ വൈദേഹിയാണെന്ന് കരുതി കാണും. ഇപ്പൊ ഞാൻ പക്ഷെ വൈദേഹിയുടെ ഗെറ്റപ്പിലല്ലോ. എന്നിട്ട് എന്നെ കണ്ടിട്ട് വൈദേഹിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ നീ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ സന്തോഷാവും. ഊർമിളെ, അവളെ എന്തിനാ വലിച്ചഴക്കുന്നേ? ഓഹോ ഹോ ഹോ ഹോ, വൈദേഹിയെ പറഞ്ഞാ നിങ്ങൾക്ക് എന്താണാവോ? ഈയിടെയായിട്ട് അജയേട്ടനെ ഒരു വാക്ക് പറഞ്ഞാ അനിയത്തിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അനിയത്തി ഒരു വാക്ക് പറഞ്ഞാ ഈ ചേട്ടനും സഹിക്കാൻ പറ്റുന്നില്ല. കഥ എങ്ങോട്ടാ പോകുന്നു? പരസ്പര ദുരിതാശ്വാസം വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചക്രക്കസേരയിലായാലും ചിലരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതെന്താ പുതിയൊരു വിളി?
അത് ശരി. ഏച്ചിന്ന് വിളിക്കാൻ പോലും ഇപ്പൊ മടിയാണെന്ന് തോന്നുന്നല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ആള് ആകമാനം മാറിയിരിക്കുകയാണല്ലോ. ബ്യൂട്ടി പാർലറിൽ പോയിരുന്നോ? മുടിയൊക്കെ നീട്ടി സ്റ്റൈലായിരിക്കുന്നല്ലോ. അത് എന്തുപറ്റി? കൊച്ചുമരുമോളുടെ പുതിയ അവതാരം അമ്മ തന്നെ നോക്കി. എന്റെ മരുമോൾക്ക് എന്താ ഊർമിള, അവൾ എപ്പോഴും അടിപൊളിയാ. ശരിക്കൊന്ന് നോക്കിക്കേ, ആള് മുടിയൊക്കെ നീട്ടിയിട്ടുണ്ട്. എന്തിനുള്ള പുറപ്പാടാണാവോ? ഇതിപ്പോ ഇത്ര വലിയ കാര്യമാണോ? ഒരാൾ മുടി അഴിച്ചിട്ടെന്ന് കരുതി ഒരാളങ്ങ് മാറിപ്പോവോ? അതിനുള്ള സ്വാതന്ത്ര്യം പോലും അവൾക്ക് ഇല്ലെന്നാണോ? എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്റെ കൊച്ചുമോളാ. ഈ ഹെയർ സ്റ്റൈല് അവൾക്ക് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. ഈ വീട്ടിൽ എല്ലാവർക്കും വൈദേഹിയോട് എന്തുമാത്രം സ്നേഹമോ. ഇത്രമാത്രം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നും വൈദേഹി അകറ്റാനാണല്ലോ ചന്ദ്രിക ശ്രമിക്കുന്നത്. വൈദേഹി എന്ത് ചെയ്താലും നിനക്ക് കുറ്റാണല്ലോ. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാനൊന്ന് അനങ്ങിയാ പോലും നിങ്ങൾ അതിൽ കുറ്റം കണ്ടുപിടിക്കും. ദേ ഇയാള് ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോയതാ. വന്ന് കേറിയതും എവിടാ എന്താന്ന് ചോദ്യം തുടങ്ങി. അത് നീ വൈദേഹിയെ കണ്ടു വേണം പഠിക്കാൻ. അവൾ എപ്പോഴും എവിടെ പോയാലും വീട്ടുകാരോട് പറഞ്ഞിട്ടേ പോവാറുള്ളൂ. കഴിവതും ദേവനോടൊപ്പം പുറത്തു പോവാറുള്ളത് പോലും. അയ്യോ, എനിക്കും നിങ്ങളൊന്ന് പുറത്തു കൊണ്ടുപോയിരുന്നെങ്കിലെന്ന് ഒത്തിരി കൊതിയുണ്ട്. പക്ഷെ കൊതിക്കാൻ മാത്രമല്ലേ പറ്റൂ. എന്റെ ഊർമിള ഒന്ന് നിർത്ത്. ഈയിടെയായിട്ട് എന്തോ ഒന്നും മിണ്ടാത്തെന്ന് കരുതിയതാ. എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് കേൾക്കൂ. ഞാനൊരു കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഇവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാ. എല്ലാവരും അത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഒത്തിരി പ്രധാനപ്പെട്ടൊരു കാര്യം അത്. എന്നാ പറഞ്ഞു മോള്. ഞാൻ എന്താ കാര്യമൊന്ന് പറയേ. എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോളൂ മോളെ. അത് ഞാൻ നമസ്കാരമുണ്ട് ദശരഥ രാമവർമ്മേ. ആരായിരിക്കും അത്? അയ്യോ, കാർത്തികിന്റെ അമ്മ എന്താ ഇവിടെ? ഞാനിനി സത്യം പറയാൻ എങ്ങനെ വന്നതാണെന്ന് മനസ്സിലാക്കി കാണൂ. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. എന്താ എല്ലാരും ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നേ? മനസ്സിലായില്ലേ? നിങ്ങളുടെ കല്യാണിയമ്മയെ മറന്നോ? അത് കഷ്ടായി പോയല്ലോ.
വേറെ ആര് മറന്നാലും വർമ്മ മറക്കാൻ സാധ്യതയില്ലല്ലോ. വർമ്മയെ കല്യാണം കഴിച്ച് ഇവിടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടിയിരുന്നവള് ഞാനല്ലേ? ഇവിടുത്തെ മഹാറാണിയായിട്ട് വിലസേണ്ടിയിരുന്നവൾ. അതെങ്ങനെയാ വർമ്മയെ മറന്നത്?